കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്ന കോളുകളിലുള്ള മാറ്റം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മുർത്തദ് വീണ്ടും ഒരു മുർത്തദ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നിരവധി ആളുകൾ അതുപോലെയുള്ള സമാനമായിട്ടുള്ള അനുഭവം ഉള്ളവർ, സമാനമായിട്ടുള്ള ചിന്ത ഉള്ളവർ, ഇനിയിപ്പം പറയാം, തുറന്നു പറയാം, സംസാരിക്കാം എന്ന് വിചാരിക്കുന്നവർ, ഫോണിൽ സംസാരിക്കാം പക്ഷേ നമുക്ക് പുറത്തേക്ക് വോയിസ് വിടണ്ട എന്ന് പറയുന്നവർ, ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അത്തരം കോളുകൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതിൽ ഏതാനും കോൾസ് നിങ്ങൾ കണ്ടു കാണും. 2-3 ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കോൾസ് എല്ലാം ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനുള്ളിൽ വന്ന കോൾസാണ്. ഇനിയും സമാനമായിട്ടുള്ള കുറച്ച് കോൾസ് വരാനുണ്ട്. അതൊക്കെ അവരുടെ പൂർണ്ണമായിട്ടുള്ള അറിവോടെ, സമ്മതത്തോടെ, അവരുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കുറെ കൂടി ആളുകൾക്ക് ആ അർത്ഥത്തിൽ പറയാൻ അല്ലെങ്കിൽ അത്രയെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉള്ളവരും അതിന് ഇപ്പൊ സമയമായി എന്ന് ചിന്തിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ചില സെക്യൂരിറ്റി ത്രെട്ട് ഇങ്ങനെ അവിടെ ഇവിടെ നിഴലിക്കുന്നതായിട്ടുള്ള ചില സൂചനകൾ, ചില അന്തരീക്ഷത്തിൽ ചില ഉരുണ്ടുകൂടലുകൾ, അതും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, തുടക്കത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യം, ഞാൻ മതവിമർശനം നടത്തുന്ന സമയത്ത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു വിഷയത്തിൽ ഊന്നി നിൽക്കുകയും ആ വിഷയത്തിൽ അതിൻ്റെ മെറിറ്റിൽ പരമാവധി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ പലർക്കും, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഒരേ വിഷയം തന്നെ ചിലപ്പം നിങ്ങളിങ്ങനെ ആവർത്തിച്ച് സംസാരിക്കുന്നത്, കോൾ റെക്കോർഡിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വീഡിയോ ലൈവ് ആണെങ്കിലും പിന്നെ നമ്മൾ റിയാക്ഷൻ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും, ഇതൊക്കെ ഒരേ സമാനമായിട്ടുള്ള സബ്ജക്റ്റിൽ പ്രത്യേകം ഊന്നി നിൽക്കുന്ന ചില ഒരു രീതി എനിക്കുണ്ട്. അത് എൻ്റെ ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുക, നിരന്തരമായിട്ട് പറയുക എന്നുള്ളത് അതിൻ്റെ എല്ലാ വശങ്ങളും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന്. രണ്ടാമത്തത്, പല ആളുകൾക്ക് പല തരത്തിൽ പല ആംഗിളിലാണ് ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർ, അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നവർ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള മറുപടികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിനോട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരേ വിഷയത്തിൽ നമ്മൾ ഊന്നി നിന്ന് സംസാരിക്കുമ്പോൾ അതിന് ചെറുതല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മളൊരു 5 വർഷം പലപ്പോഴായിട്ട് പറഞ്ഞു പോകുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ 1 മാസം 2 മാസം ഒരു പ്രത്യേക സബ്ജക്റ്റിൽ ഊന്നി അതിലെല്ലാത്തരം അഭിപ്രായങ്ങളോടും പ്രതികരിച്ച് എല്ലാത്തരം ന്യായവാദങ്ങളെയും പരിശോധിച്ച് പല ആംഗിളിൽ എഴുതപ്പെട്ടുള്ള അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പലതരത്തിലുള്ള ആഖ്യാനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുകയും അത് സമഗ്രമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ അതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില കാഴ്ചകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ വലിയ ദീൻ തൊട്ട് ഊന്നിയ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് അടിമത്തമാണ്. അത് അടിമത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഫോണിൽ വിളിക്കുന്ന പല ആളുകളും അടിമത്ത വിഷയത്തിലുള്ള നമ്മുടെ നിരന്തരമായിട്ടുള്ള സംസാരം അവരുടെ ചിന്തയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് തൗബയിലെ യുദ്ധ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പോൾ 2-3 തരത്തിൽ അതിന് ആളുകൾ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പം കാണുന്ന മുസ്ലിങ്ങളെല്ലാവരും എല്ലാവരെയും എപ്പോൾ കണ്ടാലും കൊല്ലുന്നവരാണ് എന്ന ആ അർത്ഥത്തിലുള്ള ഒരു എക്സ്ട്രീം വ്യാഖ്യാനത്തിനപ്പുറത്തേക്ക് ഇസ്ലാം മത വിശ്വാസികൾക്കും ഖുർആനിനെ അംഗീകരിക്കുന്നവർക്ക് പോലും നിരാകരിക്കാൻ കഴിയാത്ത, തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുനിഷ്ഠമായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ സൂറത്ത് തൗബയുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് എക്സ്ട്രീം പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് വേണ്ടി വിമർശിക്കുന്നവർ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് മാറി, എന്നാൽ ഇസ്ലാമിസ്റ്റുകളുടെ ന്യായവാദങ്ങൾ പൂർണ്ണമായും തട്ടിപ്പാണ്, അതെങ്ങനെയാണ് അവർ തട്ടിപ്പ് നടത്തുന്നത്, ഏത് വചനങ്ങളെ എവിടെ കൊണ്ടുപോയി തിരികിട്ടാണ് അവർ ന്യായീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഏതാണ് ആ മൈക്ക് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മത വ്യാഖ്യാതാക്കളെ അല്ലെങ്കിൽ മത ന്യായീകരണ വ്യക്തിത്വങ്ങളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റിയത്. ഏതാണ് ആ കരാർ നമ്മളെ ചോദ്യം. ബനൂ ഖുറൈള കൂട്ടക്കൊലയിലെ കരാറ്, സൂറത്ത് തൗബയിലെ കരാറ്, സൂറത്ത് തൗബയിലെ യുദ്ധം, നമ്മളെ നിരന്തരമായിട്ടുള്ള സംസാരം, അതിനെ പോലെ തന്നെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ചില കാര്യങ്ങളിലേക്ക് ഊന്നി നമ്മൾ സംസാരിച്ചപ്പോൾ ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് സൂറത്ത് തൗബയിലെ യുദ്ധം കൺമണ്ടായ കഥ നിങ്ങൾക്കറിയാം. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ തിരുത്തലായിട്ട് വരികയാണ്. എന്താണ് അത്? ഞാൻ യുദ്ധ സന്ദർഭമല്ല, അത് മാറിപ്പോയതാണ്, അത് തെറ്റുപറ്റിയതാണ്, മാനുഷികമായ എററാണ്, അത് യുദ്ധം അല്ല, അത് സൂറത്ത് തൗബയിലേത് യുദ്ധമല്ല, സൂറത്ത് തൗബയിലെ കരാറാണ്, യുദ്ധം മറ്റേ ബക്കറയിലെ യുദ്ധക്കളം, അത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് എന്ന കലാപരിപാടിയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മളൊന്നും ഇതിന് പുറകെ
ഒരു പരിധിക്കപ്പുറത്തേക്ക് വ്യക്തികളുടെ പുറകെ കൂടുക എന്നുള്ളതല്ല. പറയുന്ന ആശയങ്ങളുടെ പൊള്ളത്തരം കേൾക്കുന്ന ആളുകൾക്ക് ഇത് കേട്ട് ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യം. അപ്പൊ സൂറത്തു തൗബയിൽ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, സൂറത്തു തൗബയിലെ യുദ്ധം ഇനി കേരളത്തിൽ ഒരാളും, അത് യുദ്ധസന്ദർഭത്തിൽ ഇറങ്ങിയ വചനമാണെന്ന് ഒരു മുസ്ലിം പ്രഭാഷകനും ഇനി പരസ്യമായിട്ട് പറയില്ല. അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ അന്ന് അത് പ്രഖ്യാപിച്ചതാണ്. സൂറത്തു തൗബയിലെ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക എന്ന വചനം യുദ്ധക്കളത്തിൽ യുദ്ധസന്ദർഭത്തിൽ ഇറങ്ങിയതല്ല. അത് ഇവർ തുറന്ന് സമ്മതിച്ചു. നിങ്ങൾ ആലോചിക്കണം, എത്ര വർഷങ്ങളായിട്ട് സമാനമായിട്ടുള്ള ന്യായീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. എപ്പോൾ ആര് ചോദിച്ചാലും അത് യുദ്ധസന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്നും വിമർശകർ സന്ദർഭത്തിൽ നിന്ന് അടർത്തുകയാണെന്നും പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് ഇവർ സൂറത്തുൽ ബക്കറയിലെ 191-92 വചനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഗിമ്മിക്ക് എത്ര കാലം ഇവർ തുടർന്നു ആലോചിക്കണം. ആ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്തത് ആർ വി ബാബുവിന് അലിയാർ കാസിമി കൊടുത്ത മറുപടി, ചുട്ട മറുപടി എന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ ആഘോഷിച്ച ഒരു വീഡിയോ ക്ലിപ്പും, അതേപോലെ തന്നെ നമ്മുടെ ബാസിൽ സംസാരിച്ച വീഡിയോ ക്ലിപ്പിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം MM അക്ബർ, അതേപോലെ തന്നെ വേറൊരു പ്രഭാഷകർ, ഇവരൊക്കെ പറയുന്ന ഒരേ കള്ളത്തരം, ഒരേ പാറ്റേണിലുള്ള നുണകൾ നമ്മൾ ഒരേ സമയം തുറന്നു കാണിച്ച് വസ്തുതകൾ നിരത്തിയപ്പോഴാണ് ഇപ്പോൾ സൂറത്തു തൗബയിലെ യുദ്ധം മാഞ്ഞുപോയത്. സൂറത്തു തൗബയിലെ യുദ്ധം മാഞ്ഞു പോവുകയും അവിടെ ഒരു കരാർ വെച്ച് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട്, അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ നിരന്തരമായിട്ട് വിമർശനങ്ങളും കേൾക്കുന്നതിന് മറുപടിയും കേൾക്കുന്നു. അപ്പൊ കാലങ്ങളായിട്ട് മതപണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യായീകരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എത്രയായിരിക്കും എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ സൂറത്തു തൗബ യുദ്ധ സന്ദർഭത്തിലാണ്, യുദ്ധക്കളത്തിലാണെന്ന് മൂല്യന്മാർ മറുപടി പറയുമ്പോൾ സാധാരണ വിശ്വാസികൾ അത് അങ്ങനെയാണ് ആശ്വസിക്കുന്നത്. അത് യുദ്ധസന്ദർഭത്തിലല്ലേ, അത് യുദ്ധക്കളത്തിലാണല്ലോ, യുദ്ധക്കളത്തിൽ പിന്നെ പിടിച്ച് ഉമ്മ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച മൂല്യന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് യുദ്ധസന്ദർഭത്തിൽ, യുദ്ധക്കളത്തിൽ ശത്രു സൈന്യത്തിന്റെ യോദ്ധാവിനെ മുന്നിൽ കാണുമ്പോൾ ഉള്ള വചനമാണിത് എന്ന് ഇവിടെ പറഞ്ഞ് ന്യായീകരിച്ച ആൾക്കാർ. അതിലൊരു ന്യായീകരണവാദി പണ്ട് ചോദിച്ചത്, പിന്നെ യുദ്ധക്കളത്തിൽ പിന്നെ ഒരാളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പറ്റുമോ എന്നാണ്, തല വെട്ടണ്ടേ എന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്കൂ, അത് കേട്ട് സമാധാനപ്പെട്ടിരുന്ന, അതായത് ഉള്ളിൽ ചില സംശയങ്ങൾ വരികയും എന്നാൽ ഈ ഉത്തരം കൊണ്ട് സമാധാനം അടയുകയും ചെയ്തിരുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് നിങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിൽ കയ്യോടെ പിടികൂടപ്പെടുമ്പോൾ, അതിനപ്പുറത്തേക്ക് ന്യായീകരിച്ചു പോകാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ രണ്ട് വചനങ്ങൾ പരസ്പരം എടുത്ത് മാറ്റി കോട്ടിമാട്ട എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയാം. ഈ സുന്നി മുജാഹിദ് തർക്കങ്ങളുടെ ഇടയിലൊക്കെ ഇവർ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് കോട്ടിമാട്ടൽ. അതായത് അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് പീച്ച് ചെയ്ത് ഇങ്ങനെ എടുത്ത് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഈ കോട്ടിമാട്ടൽ, ഈ കോട്ടിമാട്ടലും കട്ടുമുറിക്കലും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളൊരു ചോദ്യത്തിനോട് ഇന്നലെ വരെ പറഞ്ഞിരുന്ന ന്യായീകരണങ്ങൾ മാറ്റി പറയാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ച് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കും. അതായത് ഇപ്പൊ പറയുന്ന വാദം സൂറത്തു തൗബയിലെ യുദ്ധമല്ല, അതൊരു കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. യുദ്ധ സന്ദർഭം, യുദ്ധക്കളം എന്ന് പറഞ്ഞത് ഒരു നാക്കുവിഴ പറ്റിയതാണ് എന്ന് ബാസിൽ പറയുമ്പോൾ, ബാസിൽ മാത്രമല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അലിയാർ കാസിമിയും മുജാഹിദ് ബാലുശ്ശേരിയും ഇവിടുത്തെ സുന്നി മൂല്യന്മാരും ഇവിടുത്തെ ചില ഹിന്ദു പേരുള്ള പഴയ പോലീസ് ഓഫീസർമാരും പള്ളിയിലച്ചന്മാരും സ്വാമിമാരും മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക ന്യായീകരണത്തിന് കരാറെടുത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ പറഞ്ഞിരുന്ന ന്യായം, അലിയാർ കാസിമി ആർ വി ബാബുവിനോട് പറഞ്ഞ കാര്യം, ആർ വി ബാബുവിന്റെ വാദത്തിന് മറുപടിയായിട്ട് MM അക്ബർ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യം, സാക്കിർ നായിക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിച്ചിട്ടുള്ളത്, മുഹമ്മദ് ദീദാത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങി ലോകത്തെമ്പാടുമുള്ള ദായിമാര് ഒരേ തരത്തിൽ സെക്കുലർ സമൂഹങ്ങളിൽ നിന്ന് വന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കളവ് അല്ലെങ്കിൽ ഒരു ന്യായം, ആ ന്യായത്തെ നിങ്ങൾ പുതിയൊരു ന്യായവാദം കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് വിശ്വാസികളുടെ ഈമാൻ ഒലയ്ക്കും അല്ലെങ്കിൽ ഈമാൻ തകർക്കും. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മീൻസ് നിങ്ങൾ കൂടി എന്നോട് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ റിയാക്ഷൻ വളരെ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്ന ന്യായം മാറ്റി നിങ്ങൾ ഇന്ന് പുതിയൊരു ന്യായം വെക്കുമ്പോൾ അവിടെ നിങ്ങളിൽ ഒരു സംശയം ഉണ്ടാവുകയും നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിരുന്ന ന്യായങ്ങളിൽ സംശയം ഉണ്ടാവുകയും സർവോപരി ഈ നമ്മളൊക്കെ വിമർശകർ ഉന്നയിക്കുന്ന വാദത്തിൽ എന്തോ കഴമ്പുണ്ട് എന്ന ചിന്ത വരികയും ചെയ്യുന്നു. ഇത് ഞാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഒരു പോയിന്റിൽ നിൽക്കുക, ആ പോയിന്റിൽ ഇവർക്ക് പറയാനുള്ള രീതിയിൽ ഇവരുടെ ന്യായവാദങ്ങളുടെ പുറകെ പോവുക, അതിനെ പുറകെ കൂടുക, എന്നിട്ട് ഇവരൊരു പർട്ടിക്കുലർ പോയിന്റിലിട്ട് ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതുവരെ പറഞ്ഞ ന്യായം വെച്ച് അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ മറ്റൊരു ന്യായത്തിലേക്ക് ചാടും. അങ്ങനെ ചാടുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്നലെ വരെ ഇവർ പറഞ്ഞിരുന്ന ന്യായങ്ങൾ ഒന്നുകിൽ കളവോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് കളവോ ആണ് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ഇതിൽ ഏതാണ് കളവ്, ഏതാണ് ശരി, എന്താണ് ശരിക്കും ഉള്ളത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര ആത്മാർത്ഥതയുള്ള വിശ്വാസിയുടെ മനസ്സിലുണ്ടാവും.
ആത്മാർത്ഥതയുള്ള വിശ്വാസി, അന്ന് വരെ എന്നെ വിശ്വസിക്കാത്ത വിശ്വാസി ഞാൻ പറഞ്ഞതും അക്ബർ പണ്ട് പറഞ്ഞതും അലിയാർ കാസിമി പറഞ്ഞതും അതേപോലെ തന്നെ ബാസിൽ ഇപ്പോൾ പറയുന്നതും ഷുക്കൂർ വരിക്കോടൻ പറഞ്ഞതും എല്ലാം എടുത്ത് പരിശോധിക്കാൻ ശ്രമിക്കും. അപ്പൊ വസ്തുത മനസ്സിലാകും. അതിന് നിങ്ങൾ എന്നോട് കെറിവിച്ചിട്ടോ എന്നോട് വിളിച്ചിട്ട് ഏതാണ് മൈക്ക് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യുദ്ധക്കളം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് യുദ്ധം ചോദിക്കും. നിങ്ങൾ കരാർ ലംഘനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാണ് കരാർ എന്ന് ചോദിക്കും. ബനു ഖുറൈള നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബനു ഖുറൈള കരാറിനെ കുറിച്ച് ഒരു ദിവസം ഞാനും ഉമ്മർബായും വേറെ ഇസ്ലാമിക ഭാഗത്തു നിന്നുള്ള 1-2 ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് നമ്മുടെ സാലിഹ് നിസാമി പുതുവനാനിയാണ്. അപ്പൊ ഇതുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് ഞാനാണോ ഉമ്മർബായി ആണോ എന്ന് ഓർമ്മയില്ല, കരാറിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. അതായത് ബനു ഖുറൈള ഒരു കരാർ ലംഘനം നടത്തിയതിന്റെ പേരിലാണ് ഈ കൂട്ടക്കൊല ചെയ്തതെന്നാണ്. അതായത് നമ്മൾ എല്ലാ കാലത്തും സംസാരിക്കുന്നത് ഈ കൂട്ടക്കൊലയിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോഴൊക്കെ ഇവർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത് ഈ കരാർ ലംഘനം എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഇട്ട് നമ്മൾ ഒരു ദിവസം പിടിക്കുകയാണ്. ഏതാണ് ആ കരാർ? അന്ന് ചോദിച്ചാണ്, 3 വർഷം മുൻപ് ഞാൻ ചോദിച്ചതാണ്, ഏതാണ് ആ കരാർ? അപ്പൊ അവർ ചോദിക്കും ഏതാണ് ആ കരാർ എന്ന് ചോദിക്കുകയാണ്. ചോദിക്കൂലേ? ഇതെന്തിനാ ചോദിച്ചത്? അപ്പൊ നമ്മൾ ഏതാണ് ആ കരാർ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കരാർ കണ്ടു കിട്ടിയത് കൊണ്ട് ന്യായീകരിക്കാവുന്ന ക്രൂരതയോ അല്ല ഈ ബനു ഖുറൈള സംഭവം എന്ന് പറയുന്നത്. ഇൻ കേസ് ഒരു കരാർ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അവർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പോലും ന്യായീകരിക്കാൻ കഴിയാത്ത കൊടിയ ക്രൂരതയാണ് ബനു ഖുറൈള സംഭവം. ആ സംഭവത്തിൽ ഇവരുടെ ന്യായവാദങ്ങളായിട്ട് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കരാർ ലംഘനം എന്നായപ്പോൾ എൻ്റെ ഞാനാണോ ഉമർബായാണോ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ രണ്ടിലൊരാൾ അവരോട് ചോദിക്കുകയാണ് ഏതാണ് ആ കരാർ. അന്ന് ലോക്കായതാണ്. അന്ന് ക്ലബ് ഹൗസിൽ നിന്ന് ലോക്കായ ലോക്ക് ഇന്നും അയക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ് ആ കരാർ? ഇപ്പോൾ നമ്മൾ ചോദിക്കും ഏതാണ് ആ കരാർ. അപ്പൊ ഇവര് കളിയാക്കി പറയും, നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെയും ചോദിക്കും ഏതാണ് ആ കരാർ. ചോദിക്കും കരാർ ഏതാണെന്ന് പറയുന്നവരെ ചോദിക്കും. ഇവർ മദീന പാക്ട് ആണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. മദീന പാക്ടിന്റെ പൂർണ്ണ രൂപം നമ്മളെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. മദീന പാക്ടിൽ അവരില്ല എന്ന് മാത്രമല്ല, പല ചരിത്രകാരന്മാരും ജൂതന്മാരുമായിട്ടുണ്ടാക്കിയ കരാർ ഏതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നത് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നമാണ് എന്ന് പുസ്തകങ്ങളിൽ മലയാളത്തിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്. ബനു ഖുറൈള, ബനു കൈനുക്കാഹ്, അതേപോലെ തന്നെ ബനു നളീർ തുടങ്ങിയ ജൂതഗോത്രങ്ങളുമായി മദീനയിലെ അക്കാലത്തെ ഏറ്റവും പ്രബലരായ ജൂതഗോത്രങ്ങളുമായി ഒരു വേള മദീനയുടെ അധികാരം കൈയാളിയിരുന്ന ജൂതഗോത്രങ്ങളുമായിട്ട് മുഹമ്മദും സംഘവും ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന കരാർ ഏതാണ് എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ജൂതഗോത്രങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന അറബ് ഗോത്രങ്ങളുമായിട്ടുള്ള ചില ഗോത്രങ്ങളുമായിട്ട് അവർക്ക് പ്രത്യേകം കരാറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ കരാറിന്റെ പ്രശ്നം അഖബ ഉടമ്പടിയിൽ ഈ 2 അറബ് ഗോത്രങ്ങൾ ഔസും ഹസ്റജും ഈ 2 ജൂതഗോത്രങ്ങൾ മുഹമ്മദിനോട് ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഇവർ ജൂതഗോത്രങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി അവർ അവസാനിപ്പിക്കുമെന്ന് മുഹമ്മദിനോട് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഉടമ്പടിയും എന്തല്ല, വാലിഡ് അല്ല. പഴയ ഉടമ്പടി വാലിഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖബ ഉടമ്പടിയുടെ പൂർണ്ണരൂപം നമുക്ക് കിട്ടും, ഹുദൈബിയ സന്ധി നമുക്ക് കിട്ടും, മദീന പാക്ട് നമുക്ക് കിട്ടും. പിന്നെ മദീനയിൽ ചെന്ന് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അവിടുത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള വിഭാഗവുമായിട്ട് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന കരാറിന്റെ കോപ്പി കിട്ടാനില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ആ കോപ്പി ഇല്ലെങ്കിൽ നിങ്ങൾ കരാർ ലംഘനം നടത്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ. കരാർ ലംഘനം നടത്തി എന്ന് പറയണമെങ്കിൽ കരാർ ഏതാണെന്ന് അറിയണം. കരാറിലെ ഏത് വ്യവസ്ഥ ആരാണ് എങ്ങനെയാണ് ലംഘിച്ചതെന്ന് അറിയണം. അപ്പോഴാണ് കരാർ ലംഘനം എന്ന വാദം നിലനിൽക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ ബനു ഖുറൈളയിലെ കരാർ തുടങ്ങിയത്. അന്ന് മുതൽ ഇവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പൊ അത് പറഞ്ഞ് കളിയാക്കുക ചെയ്യുക. ഏതാണ് കരാർ എന്ന് ചോദിക്കും. യുദ്ധസന്ദർഭം എന്ന് പറയുമ്പോൾ ഏതാണ് യുദ്ധം എന്ന് ചോദിക്കും. പിന്നെയും കരാർ ലംഘനം എന്ന് പറഞ്ഞാൽ ഏതാണ് കരാർ എന്ന് ചോദിക്കും. ഇപ്പൊ ഏറ്റവും അവസാനം സൂറത്ത് തൗബയിലെ യുദ്ധസന്ദർഭവും സൂറത്തുൽ ബക്കറയിലെ യുദ്ധസന്ദർഭവും കൂടെ മിക്സ് ചെയ്തിട്ട് അവസാനം അബ്ദുൽ അബ്ബാസിൽ പറഞ്ഞത് ബക്കറയിലെ യുദ്ധക്കളത്തിലും സൂറത്തു തൗബയിലെ കരാർ ലംഘനവുമാണെന്നാണ്. മനസ്സിലായോ? അതിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതാണ് കരാർ അതായത് സൂറത്തു തൗബയിലെ കരാർ ലംഘനം ആണെങ്കിൽ ഏതാണ് കരാർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, കരാർ കിട്ടിയാൽ പോലും സൂറത്തു തൗബയിലെ 5-ാം വചനം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്കൽ നടപടിയാണ്. മക്കയിൽ ഉണ്ടായിരുന്ന കഅബയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന മനുഷ്യരെ, അവിടെ മുസ്ലിങ്ങളല്ലാത്തവരെ താമസിക്കാൻ കഴിയില്ലാത്ത വിധം അവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും മറ്റുള്ള മനുഷ്യരുടെ, ഇസ്ലാം അംഗീകരിക്കാത്ത മനുഷ്യരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്ന ഒരു ഫാസിസ്റ്റ് നടപടിയാണ് ഈ സൂറത്തു തൗബയിൽ വിശദീകരിക്കുന്നത്. അതിനിപ്പോൾ നിങ്ങൾ ഹുദൈബിയ സന്ധിയാണോ അല്ലെങ്കിൽ വേറൊരു കരാർ എടുത്തോണ്ട് വന്നാൽ പോലും അത് നമുക്ക് പൊളിച്ചു കൊടുക്കാം. പക്ഷെ ആദ്യം വരി പറഞ്ഞ കരാർ കൊണ്ടുവരണം. ആ കരാർ കൊണ്ടുവന്നതിന് ശേഷമാണ് സൂറത്തു തൗബയുടെ ബാക്കി വിശദീകരണങ്ങളിൽ ഈ കരാർ കൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ആദ്യം വരി കരാർ കൊണ്ടുവരണ്ടേ? എനിക്ക് ഇതുവരെ കിട്ടിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ കരാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ഹുദൈബിയ സന്ധി എന്നത് നിലനിൽക്കാത്ത വാദമാണ്, പൊളിഞ്ഞു പോകുന്ന വാദമാണ്. അതെന്തുകൊണ്ടാ? അത് നമുക്ക് വേറെ ഒരു കരാറിന്റെ കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇത് ഹുദൈബിയ സന്ധിയെ കുറിച്ച് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം.
ഇനി ഹുദൈബിയ സന്ധി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന മുഹമ്മദാണ് അന്ന് വൈകുന്നേരം കരാർ ലംഘിക്കുന്നത്. മുഹമ്മദ് കരാർ ഉണ്ടാക്കിയത് മുഴുവൻ ലംഘിക്കാനായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് ബദറാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവരെ നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് പിടിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളുടെ വക്കും കോണും മുക്കും മൂലയൊക്കെ പരിശോധിക്കാൻ നിർബന്ധിച്ചാൽ അവർ പുതിയ പുതിയ ന്യായീകരണങ്ങളിലേക്ക് ചാടി പോകുന്നത് കാണും. ഇങ്ങനെ ചാടി പോകുന്നത് ആദ്യകാല ന്യായീകരണങ്ങളിൽ ആശ്വാസം കണ്ടെത്തിയിരുന്ന വിശ്വാസികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. അവർ കൂടുതൽ പഠനത്തിനും ചിന്തയിലേക്കും സംശയത്തിലേക്കും വഴിമാറും. അവർ കൂടുതൽ പഠിക്കാൻ തുടങ്ങും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ അർത്ഥത്തിൽ നമ്മളിപ്പോ അടിമത്തത്തിനും ശേഷം പിടികൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ബദർ. നമ്മൾ പലപ്പോഴായിട്ട് അപ്പോഴൊക്കെ പലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചില സംസാരങ്ങളെ മുൻനിർത്തി ബദർ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ബദർ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. ബദർ എന്ന് പറയുന്നത് ശരിക്കും റഫീഖ് സലഫി ബദറിനെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോയും 2 ദിവസം മുൻപ് ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതായത് ലിയാഖത്ത് നുണ പറയുന്നു എന്ന രീതിയിൽ അൺമാസ്കിംഗ് അനോമലീസ് നുണ സീരീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള അവരുടെ ഒരു നുണ സീരീസ്, അതിൽ എന്നെ അങ്ങനെ എടുക്കാറില്ല, അവർ അപൂർവമായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും അതിൽ അവര് എൻ്റെ ഒരു വലിയ തല വെച്ചിട്ട് ഞാനൊരു നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമിക്കുന്ന ഒരു വളരെ പരിതാപകരമായിട്ടുള്ള അവരുടെ വാദങ്ങളെ അവർ തന്നെ ഗണ്ണിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ പല ആളുകൾ അത് അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് റിയാമോ എന്ന് ചോദിച്ചു. റിയാക്ട് ചെയ്യുന്നുണ്ട്, നമ്മളത് വിശദമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് യു എ ടീമിന്റെ ഒരു പൊതു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കലാപരിപാടി അവിടെ ഉണ്ട്. അത് ഒരു കുളം കലക്കാനുള്ള പരിപാടിയാണ്, അത് അവർ നടത്തിക്കോട്ടെ. പക്ഷെ നമ്മൾ അതിനുള്ള കൗണ്ടർ ഇമേജും ലോഗോയും സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന് മറുപടി പറയണമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. മറുപടി നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അവർക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു പൊതു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചൊരു സൗമ്യ ഭാഷയിൽ ഒരു ജനാധിപത്യത്തിന്റെ മര്യാദകളൊക്കെ അവിടെ തൂകിയ നിലയിലാണ് അവരുടെ മറുപടി വന്നിട്ടുള്ളത്. ആ 2 കാര്യങ്ങളിൽ നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണ്. ഒന്ന്, ലിയാഖത്ത് പറഞ്ഞ നുണ എന്ന രീതിയിൽ എൻ്റെ ഫോട്ടോ പ്രത്യേകമായിട്ട് തന്നെ പരിഗണിച്ചു, അതായത് ഞാൻ ചെയ്തു എന്ന രീതിയിൽ തന്നെ അവരത് പറയുന്നുണ്ട്. അതിനവർ കാണിച്ച ഗഡ്സ് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവർ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിലും ചില അപാകതകളുണ്ട്, എങ്കിലും ഒരു ശ്രമം നടത്തുകയാണ്. അപ്പൊ അതിനെ നമ്മൾ മാനിക്കുന്നു. മൂന്നാമത്തത്, ബദർ യുദ്ധത്തെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് റഫീഖ് സലഫി മറുപടി പറയാൻ വേണ്ടി ഉപയോഗിച്ച 8 സെക്കൻഡ് ക്ലിപ്പിന് പകരം അവരതിന്റെ തൊട്ട് മുൻപത്തെയും പിന്നിലെയും കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ പറഞ്ഞ ആ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്ത് വന്നു. അതായത് നമ്മൾ കുറച്ച് ഭാഗം മാത്രം കേൾപ്പിച്ചു എന്നൊരു പരാതി കേട്ടു, അതുകൊണ്ട് വേണ്ട, നമ്മൾ കുറച്ച് മുൻപും പിൻപും ചെയ്തിട്ടുണ്ട്. അതിലും അവർ ചെറിയ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിന്റെ കൂടെ പരിശോധിക്കാം, പരാമർശിക്കാം. അതിനുശേഷം ഇവർ പറയുന്ന ഒരു വാദം, ഇവർ പറയുന്നത് ഒരു നുണ, ഞാൻ നുണ പറഞ്ഞു എന്ന് പറയുന്ന ഒരു നുണ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം, അങ്ങനെയും പറയാം. അതെന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഇതാണ് ഇന്നത്തെ വിഷയം. നോക്കൂ, നിങ്ങൾ ബദറിനെ കുറിച്ച് ഈ പരിപാടിയിൽ ഇവരുടെ ഓപ്പൺ ഡയലോഗിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയും ബദർ ഒരു കൊള്ളശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഘടനമാണ് എന്ന് ഒരു യുക്തിവാദി കഴിഞ്ഞ റമദാനിൽ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആയിരിക്കാം, അതിന് വേറെ ആരെങ്കിലും ആരിഫോ ആയിരിക്കാം. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ബദറിൽ കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അത് എന്നെ കുറിച്ചായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബദർ ഒരു കൊള്ളശ്രമത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഘടനമായിരുന്നു എന്നും ബദറിലെ മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ഇന്റൻഷൻ സമ്പത്ത് പിടിച്ചെടുക്കലായിരുന്നു എന്നും 313 പേർ അടങ്ങിയ ഒരു ചെറു സംഘം മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി കച്ചകെട്ടി വന്ന ഒരു മഹാസൈന്യത്തിന് നേരെ നടന്ന യുദ്ധമായിട്ട് ബദറിനെ പർവ്വതീകരിക്കുന്നത് അത് ഒരു ന്യായീകരണം മാത്രമാണെന്നും അതൊരു ഗിമ്മിക്കാണ് എന്നുമാണ് എൻ്റെ വാദം. ഈ വാദത്തിനെ പൊളിക്കാൻ വേണ്ടി മറുപടി പറയാൻ ശ്രമിച്ച റഫീഖ് സലഫി അക്ഷരാർത്ഥത്തിൽ അതിനെ സമ്മതിക്കുകയാണ് അവസാനം ചെയ്തത്. പക്ഷെ അതിനിടയിൽ അവര് നേരെ ബദർ എന്ന വിഷയത്തിൽ നിന്ന് ആ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലിയാഖത്ത് നുണ പറഞ്ഞു എന്ന മറ്റൊരു തരത്തിലേക്ക് പുതിയ കുറുക്ക് വഴി തേടുകയാണ് അവർ ചെയ്തത്. അപ്പം റഫീഖ് സലഫി അതന്നെയാണ് ചെയ്തത്. ഇപ്പുറത്ത് യു എ ടീം ആ ചോദ്യത്തിനിടയിൽ റഫീഖ് സലഫി ഉപയോഗിച്ച ക്ലിപ്പിന്റെ അപ്പുറത്തെ 5 സെക്കൻഡ് ഇപ്പുറത്തെ 5 സെക്കൻഡ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 20 സെക്കൻഡോ 15 സെക്കൻഡോ ഇട്ടിട്ട് ഇവർ ഇതേ തന്ത്രം ആവർത്തിക്കണം, ഈ കുറുക്ക് വഴി ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? ബദറിനെ കുറിച്ചുള്ള ചോദ്യം, ബദറിനെ കുറിച്ച് പറയേണ്ട ഉത്തരം, ബദറിനെ കുറിച്ച് പറഞ്ഞ ന്യായം അത് വിശ്വാസികളുടെ മുമ്പിൽ സമർത്ഥിക്കുന്നതിന് പകരം ബദറിൽ വിമർശനം ഉന്നയിച്ച ലിയാഖത്ത് കളവ് പറയുന്ന ഒരാളാണ്, അദ്ദേഹം ഇതാ കളവ് പറഞ്ഞു, ഇതാ ഞാൻ കയ്യോടെ പിടികൂടുന്നു, ഇതാ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് കളവായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രം പയറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. പാറ്റേൺ മനസ്സിലായോ?
എന്താണോ ഇവര് പിന്നെ സൂറത്തു തൗബ ബക്കറ കാര്യത്തിൽ കാണിക്കുന്നത്, അതേ തന്ത്രമാണ് ഇവര് ഇവിടെ പയറ്റാൻ ശ്രമിക്കുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ഉണ്ടാകും. ഒന്ന്, ബദറിനെ കുറിച്ച് നിങ്ങൾ ഇത്ര കാലം വിശ്വാസികൾക്കിടയിൽ പറഞ്ഞിരുന്ന കഥയും ബദറിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിരുന്ന ന്യായങ്ങൾക്കും പകരമായി നിങ്ങൾ പുതിയ ഒരു ന്യായം മുന്നോട്ട് വെക്കുകയാണ്. അവിടെ വളരെ ലളിതമായിട്ട് എന്തായിരുന്നു ബദറിനെ കുറിച്ചുള്ള കഥ? നമ്മൾ വിശ്വാസികളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറയൂ, വിശ്വാസികൾ പറയൂ, ഞാൻ പറയുന്ന ഒരു ബദർ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ നുണ പറഞ്ഞു എന്ന് അവർ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നുണ പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ബാധ്യതപ്പെടുന്നത്. സത്യസന്ധമായ കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ട കഥ, ഞാനും നിങ്ങളും കേട്ട കഥ, ഞാനും നിങ്ങളും മദ്രസയിലെ താരീഖിൽ പഠിച്ച കഥ, അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാർ നമ്മളോട് പറഞ്ഞ കഥ, മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടിൽ പറഞ്ഞ കഥ, കഥാപ്രസംഗക്കാരും പ്രസംഗക്കാരും പ്രബോധകരും ഇവിടെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ പേര് കേട്ട അലമ്പ് സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ബദറിനെ കുറിച്ച് പറഞ്ഞ ഒറ്റ കഥ, നമ്മുടെ നാട്ടിലെ ഉമ്മാക്കും വല്യമ്മക്കും അമ്മായിക്കും ചിരപരിചിതമായ കഥ, നമ്മളെ കുഞ്ഞുകുട്ടികൾക്ക് ബദരീങ്ങളെ കുറിച്ച് ഉൾപ്പുളകത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്ത കഥ. എന്താണ് ബദർ കഥ? അത് ലളിതമായിട്ട് അത് പറയാം. ബദർ കഥ വിശ്വാസികൾ പഠിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും കേട്ട് പരിചയിച്ചിട്ടുള്ളതും. ബദർ എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തി, ശ്രദ്ധിച്ചു കേൾക്കണം, തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന്, ആ ഭാഗം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് മുഹമ്മദ് നബിയും സംഘവും അവിടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി എന്നതാണ്. ശുദ്ധമായ കളവാണ്. ഞാനൊരു വാക്ക് പറയുമ്പോൾ അത് ഊന്നുമ്പോൾ അതിനൊരു അർത്ഥം കൊടുത്തിട്ട് തന്നെ ആയിരിക്കും ചെയ്യാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാം. അല്ല നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യപ്പുറത്ത് പറഞ്ഞു പോകുന്നൊന്നല്ലല്ലോ. പ്രത്യേകിച്ച് പ്രസന്റേഷനുകൾ നമ്മൾ സ്ലൈഡൊക്കെ ഇട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൃത്യമായിട്ട് തന്നെ പറയാം. പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുകളൊക്കെ അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഒരുപാട് തവണ മക്കയും മദീന അങ്ങോട്ട് മാറിപ്പോയി. അത് ചില എന്താ പറയുക ആവേശത്തിൽ പറയേണ്ട കാര്യങ്ങൾ, എന്താ പറയുക, ചില ഉച്ചത്തിൽ സംസാരിക്കേണ്ട സമയത്തൊക്കെ ചില വേഗത്തിൽ സംസാരിക്കാനുള്ള ശ്രമത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അബദ്ധങ്ങളാണ്. അതല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാവാറില്ല. അബദ്ധമൊക്കെ പറ്റാം, മനുഷ്യനാണ്. പക്ഷേ ഈ വിഷയത്തിൽ അതിനകത്തൊരു അബദ്ധം ഇല്ല. ഊന്നലുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, മുഹമ്മദ് തൗഹീദ് പറഞ്ഞു എന്ന കാരണത്തിന് മുഹമ്മദ് മക്കയിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല. മുഹമ്മദിന്റെ സംഘം ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇത് ഫാക്റ്റാണ്. ഇത് നിങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയില്ല. ഇവര് മുഹമ്മദ് ഓഫർ കൊടുത്തു എന്ന് പറയുമ്പോൾ, നീ തൗഹീദ് പറയാതിരിക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കണ്ടത് ഇസ്ലാം ഓൺ വെബ് എന്ന് പറയുന്ന സൈറ്റിലാണോ ഇനി വേറൊരു സൈറ്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു സൈറ്റില് വേറെ ഒരു പണ്ഡിതൻ എഴുതിയ ഒരു ലേഖനം ബദറുമായി ബന്ധപ്പെട്ട്, കുറച്ച് പഴയ ലേഖനമാണ്, 2021 എഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കായിരുന്നു. അത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ പണ്ഡിതൻ എഴുതിയ ലേഖനത്തിലെ അക്ഷരങ്ങൾ കാണാതെ പഠിച്ചിട്ട് പറയുന്നത് പോലെയാണ് റഫീഖ് സലഫി ബദറിന്റെ പുതിയ ന്യായം എഴുതിയത്, വായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ അടിമത്തത്തെക്കുറിച്ച് ഷമീറിന്റെ വാദങ്ങൾ അതേപോലെ തന്നെ അബ്ദുള്ള ബാസലിന്റെ വാദങ്ങളും ഒരേ അക്ഷരത്തിൽ, മീൻസ് ഒരേ വാചക ഘടനയിലുള്ളതാണ്. ഷമീർ അവിടെ വന്ന് പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് അറിയാമായിരുന്നു അത് പിന്നെ അൺമാസ്കിംഗ് അനോമലീസ് ടീം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ന്യായമാണ് അവിടെ വന്നത്. അതേപോലെ തന്നെ ഇവരൊക്കെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. നമ്മളിവിടെ ഒന്നും കുറിപ്പടി എഴുതി വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പൊ ഞാൻ എത്ര നേരം സംസാരിച്ചത് ഒരു പോയിന്റും എവിടെയും എഴുതി വെച്ചിട്ടല്ല. ഇത് കാലങ്ങളായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഓർമ്മിക്കുകയും സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് വാചക ഘടനകൾ ഒരേപോലെ ആയി വരിക, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞപ്പോൾ ജബ്ബാർ മാഷ് പറഞ്ഞ ഒരു വീഡിയോയിലുള്ള വാദങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബ്ലോഗിലുള്ള സെന്റൻസുകൾ, ഒരു പാരഗ്രാഫ് ഒക്കെ അതേപോലെ ഞാൻ ആവർത്തിച്ച് പറയേണ്ടി വരിക എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? അങ്ങനെ എന്റെ പ്രസംഗത്തിൽ അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇത് ഞാൻ സത്യസന്ധമായ കാര്യം പറയുമ്പോൾ അവനവൻ്റെതായിട്ടുള്ള രീതിയിൽ പറയാം. നുണകളാണ് ഇങ്ങനെ എഴുതി വെച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം എന്താ, നുണകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ സത്യം പറയുമ്പോൾ നമുക്ക് ആയാസരഹിതമായിട്ട് പറയാം. നുണ പറയുമ്പോൾ നമ്മൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റാതെ പോകണം. അത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ചില ബ്ലോഗുകളൊക്കെ അതേപോലെ എടുത്തിട്ട്, പഴയ ബ്ലോഗുകളൊക്കെ എടുത്ത് ചില ലേഖനങ്ങളൊക്കെ 2021 ഒരാൾ എഴുതിയ ലേഖനത്തിലെ വചകഘടന അതുപോലെ 2025 പ്രസംഗിക്കുന്ന ഒരാൾ, ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരാളുടെ വായിലൂടെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഇത് എഴുതി കാണാപ്പാടം പഠിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നത് ബദറിന്റെ കഥയിലും ഇതേ സംഭവമാണ് നടക്കാൻ പോകുന്നത്. ബദറിനെ കുറിച്ച് നമ്മൾ കേട്ട കഥ, മുഹമ്മദ് നബിയും സംഘവും
ഇവർ പറഞ്ഞ ഒരു നുണക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് തൗഹീദ് പറഞ്ഞു എന്നതിന്റെ മേൽ മാത്രം തെറ്റാണ്. തൗഹീദ് പറഞ്ഞു നോക്കി, ആളുകൾ പരിഗണിക്കുന്നില്ല, ആളുകൾ മൈൻഡ് ചെയ്തില്ല, അതെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മുഹമ്മദ് പടിപടിയായി ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കാൻ തുടങ്ങി. മറ്റു ആരാധന ചെയ്യുന്ന ആളുകളെ മോശം പറയാൻ തുടങ്ങി. മുഹമ്മദിന്റെ ഹിദായത്തിലേക്ക്, തൗഹീദിലേക്കുള്ള ക്ഷണത്തെ നിരാകരിച്ച ആളുകളെ ചീത്ത വിളിച്ചുകൊണ്ട് ഖുർആൻ വചനം ഇറങ്ങാൻ തുടങ്ങി. തന്തക്ക് വിളിക്കും, മീൻസ് ബാസ്റ്റഡ് എന്നർത്ഥം വരുന്ന വചനങ്ങളൊക്കെ ഖുർആനിലുണ്ട്. ആളുകളുടെ അവയവങ്ങൾ, തുമ്പിക്കൈ മൂക്കൻ എന്നൊക്കെ ഒരാൾ വിളിച്ചു, വാലറ്റവൻ എന്ന് വിളിച്ചു. അപ്പോൾ അതേമാതിരി സ്വന്തം എളാപ്പാനെയോ മൂത്താപ്പാനെയോ എന്താ വിളിച്ചത്, പിന്നെ അബൂ ലഹബ് എന്ന് വിളിച്ചു, അവൻ്റെ 2 കൈകൾ നശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതൊക്കെ നിരവധി തവണ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഈ അർത്ഥത്തിൽ ഫ്രസ്ട്രേഷൻ, മുഹമ്മദിന്റെ തൗഹീദിനെ സ്വീകരിക്കാത്ത ആളുകൾക്ക് നേരെ ഫ്രസ്ട്രേഷൻ തുടങ്ങി. എന്ന് മാത്രമല്ല, മുഹമ്മദ് മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ തുടങ്ങി. അതായത് ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള അവരുടെ വിഗ്രഹങ്ങളെ വെളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കൾ എന്ന് വിളിച്ചു. മുഹമ്മദ് ജനിച്ച് ജീവിച്ച് വളർന്ന് അപ്പോഴും പരിരക്ഷ കൊടുത്തിരിക്കുന്ന ആ കുടുംബത്തിന്റെ ആരാധനാമൂർത്തികളെ, മുഹമ്മദിന്റെ ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായി വകവെച്ചു കൊടുത്തൊരു സമൂഹമാണ് മക്ക ഖുറൈശികൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മക്ക ഖുറൈശികൾ മുഹമ്മദിനോട് സഹിഷ്ണുത കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത് വലിയ നുണയാണല്ലോ. ഒരല്പബുദ്ധിക്ക് ആലോചിച്ചാൽ പോലും കിട്ടൂലേ? ഇന്നത്തെ കാലത്തെ മാനുഷികമായ സങ്കല്പങ്ങളോ ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ ഈ മാനവിക ചിന്തയോ അല്ലെങ്കിൽ ഈ അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യം ഒന്നുമില്ലാത്ത ഒരു ഗോത്ര സമൂഹത്തിനകത്ത്, ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ, സത്യവും നീതിയും ഉണ്ടായിരുന്നില്ലാത്ത നാട്ടിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ അപഹസിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് 13 വർഷം ഒരു മനുഷ്യന് അത്തരം ഒരു സമൂഹത്തിനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബാക്കിയൊക്കെ പോട്ടെ, കോമൺ സെൻസ് അല്ലേ? ഇതിന് എത്ര ബുദ്ധി വേണം? 13 വർഷം മക്കക്കാരായിട്ടുള്ള മനുഷ്യർ അവിടെ നൂറ്റാണ്ടുകളായി ആചരിച്ചു വന്ന ആരാധനകളെയും അവരുടെ ദൈവിക സങ്കല്പങ്ങളെയും അവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ ചീത്ത വിളിച്ച്, തള്ളിപ്പറഞ്ഞ്, അവയെ അസഭ്യം പറഞ്ഞ്, അവയെ നിന്ദിച്ച്, മുഹമ്മദ് വിളിച്ചിട്ട് ആ ആദർശം സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളോട് ആക്രോശിച്ച്, ലൈഫായ ഹദീസ് വരെ എടുക്കൂലാത്തോണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ തിർമിദിയിൽ വേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മക്ക പിടിച്ചടക്കും എന്നും കഅബ മുസ്ലിങ്ങളുടേത് മാത്രമാക്കുമെന്നും അവരെ എതിർത്താൽ മുഹമ്മദിനെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച, മുഹമ്മദിനെ കളിയാക്കിയവരോട് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരും എന്ന്, അതായത് അവരെ മുഴുവനായിട്ട് കൊന്നൊടുക്കിയിട്ടാണെങ്കിലും മുഹമ്മദ് ഇസ്ലാം മക്കയിൽ ഉറപ്പിക്കുമെന്നും കഅബ പിടിച്ചടക്കുക തന്നെ ചെയ്യുമെന്നും പ്രഖ്യാപിച്ച മുഹമ്മദ്, ആ മുഹമ്മദിനെയാണ് 13 കൊല്ലക്കാലം മക്കക്കാർ സഹിച്ചത്. അതാണ് പോയിന്റ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അത് പറ്റൂ? 13 കൊല്ലം മുഹമ്മദ് മക്കയിൽ ജീവിച്ചു എങ്കിൽ, മദീനയിൽ നിന്ന് ജൂത സ്ത്രീ ആടിറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തു എന്നല്ലേ പറയുന്നത്, അല്ലേ? അതുപോലെ ഒരു ശ്രമം മുഹമ്മദിന് നേരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവർ പറയുന്നത് മുഹമ്മദ് ആക്രമിക്കപ്പെട്ടു, മുഹമ്മദിനെ കഴുത്തിൽ മുറുക്കി, മുഹമ്മദിന് ഒട്ടകത്തിന്റെ കൊടൽമാലയിട്ടു. അപ്പൊ എന്തായി? ലിയാഖത്ത് പറഞ്ഞ നുണയായി എന്നാണ് അവരുടെ വാദം, പുതിയ കുട്ടികളുടെ വാദം. ആയിക്കോട്ടെ, കുട്ടികൾ എന്ന് വിളിച്ചത്, സോറി, ഞാൻ പ്രായത്തിൽ അളവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്, അത് ബഹുമാനക്കുറവുകൊണ്ടല്ല. എങ്കിലും നിങ്ങൾ ആ ശ്രമം നടത്തിയതിനെ ഞാൻ ശ്ലാഘിക്കുന്നു. തീർച്ചയായിട്ടും അതിന് വിശദമായിട്ടുള്ള മറുപടി തരും. അവരൊരു 5 റെഫറൻസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ എന്താ പറയുക, അവരുടെ ആ ശ്രമത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി എന്ന് വ്യസന സമേതം ഇപ്പൊ അറിയിക്കുന്നു. എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നാളത്തെ ലൈവിൽ അതിനെക്കുറിച്ച് പറയും ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത്, മക്കയിൽ നിന്ന് ഈ അർത്ഥത്തിൽ മുഹമ്മദ് പീഡിപ്പിക്കപ്പെട്ടു എന്നും മുഹമ്മദ് വധഭീഷണി ഉണ്ടായി എന്നും മുഹമ്മദ് കൊല്ലപ്പെടും എന്ന അവസ്ഥ വന്നപ്പോൾ മുഹമ്മദ് ജീവഭയം കൊണ്ട് ഓടിപ്പോയി എന്നും ആണ് ഹിജ്റയെ സംബന്ധിക്കുന്ന കഥ കേട്ടോ. ഹിജ്റയും ബദറും 2 ആയിട്ട് കഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹിജ്റയെ കുറിച്ച് പറയുന്ന സംഭവമാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മൾ ചോദ്യവും വിഷയമൊക്കെ ഏതായിരുന്നു? ബദറാണ്. അപ്പൊ ബദറിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഹിജ്റയുടെ കാരണം പറയുന്നിടത്ത് ഇവർ സാധാരണ പറയാറുള്ള ന്യായത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞ ഒരു വാചകത്തെ അടർത്തിയെടുത്തിട്ടാണ് ഇപ്പൊ ഈ കലാപരിപാടി. അതുകൊണ്ട് നമ്മൾ ഇതിനെ 2 ആയിട്ട് തന്നെ പരിഗണിക്കുകയാണ്. ഒന്ന് ഹിജ്റയുടെ കാരണം, ആ സംബന്ധവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം, മുഹമ്മദ് 13 വർഷക്കാലമോ അതിനുശേഷമോ സംഘടിതമായി, അതായത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നോ
അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് ഏകനായ ദൈവം എന്നോ പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദ് ആക്രമിക്കപ്പെട്ടു എന്നും ഖുറൈശികൾ സംഘടിതമായിട്ട് മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ശുദ്ധമായ കളവാണ്, ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. മുഹമ്മദിന്റെ ആരാധനയോടും വിശ്വാസത്തോടും മക്ക ഖുറൈശികൾ ആദ്യകാലങ്ങളിൽ സഹിഷ്ണുത കാണിച്ചു. ഏതുവരെ? ഇവരുടെ ദൈവങ്ങളെ നിന്ദിക്കുകയും ഇതിനെ നിരാകരിക്കുകയും അതുമാത്രമല്ല ഇവരുടെ ദൈവവിശ്വാസ സങ്കല്പങ്ങളെ അവിടെ നിന്ന് തുടച്ചു നിൽക്കും എന്ന് മുഹമ്മദ് പ്രഖ്യാപിക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും അതേ സമയത്ത് അവിടെ നിലനിന്ന സംസ്കാരത്തെ തകർക്കും എന്ന മുഹമ്മദിന്റെ പ്രഖ്യാപനത്തോട് അവർ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ്. അത് രണ്ടും രണ്ട് കാര്യമാണ്. ഒരാള് മതവിശ്വാസം പുതുതായിട്ട് സ്വീകരിക്കുന്നതും പുതിയൊരു ആരാധനാ പദ്ധതി പ്രഖ്യാപിക്കുന്നതും പുതിയ തരത്തിലുള്ള ഒരു ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നതും, അതേ സമയത്ത് നിലനിൽക്കുന്ന മറ്റൊരു വിഭാഗം മനുഷ്യരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും രണ്ടും രണ്ടായിട്ട് കാണും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറയാം. നമ്മളോടൊക്കെ പല ആളുകളും വിളിച്ച് ചോദിക്കുന്നത് എന്താ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് എന്ത് വിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും മതം മാറാനും മാറാതിരിക്കാനും മതമില്ലാതെ ജീവിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടല്ലേ ഇന്ത്യയിൽ. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമല്ലേ, നിങ്ങൾ ഉണ്ടായിരുന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ നേരെ കുതിര കയറുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുന്നതും നിങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാവുന്നതും നിങ്ങൾക്ക് നേരെ ഇവിടെ ബഹിഷ്കരണം ഉണ്ടാവുന്നതും എന്ന് വിശ്വാസികൾ നമ്മളോട് ചോദിക്കാറില്ലേ? ഇല്ലേ? ഇതാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ വിമർശിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വിമർശിക്കുന്നത് നിങ്ങളുടെ പള്ളിയിൽ ഇന്നാളെ മുതൽ നിസ്കരിക്കാൻ പാടില്ല എന്നല്ലല്ലോ നമ്മൾ പറയണത്. അല്ലല്ലോ. നിങ്ങൾ നാളെ മുതൽ നോൻപ് വെൽക്കാൻ പാടില്ല അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും പള്ളിയിൽ വന്നിട്ട് ഈ പള്ളി നമ്മൾ 10 കൊല്ലം കൊണ്ട് പിടിച്ചെടുക്കും എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കും നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ കൊന്നു തീർക്കും അങ്ങനെ പറയാറില്ലല്ലോ. പക്ഷെ മുഹമ്മദ് മദീനയിൽ മക്കയിൽ ചെയ്തത് അവരുടെ വിശ്വാസങ്ങളെ വിമർശിക്കുകയായിരുന്നില്ല. പകരം അവരുടെ ദൈവങ്ങളെ തെറി വിളിച്ചു, അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെ തെറി വിളിച്ചു. ആര് തെറി വിളിച്ചു? അള്ളാഹു തെറി വിളിച്ചു എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. മുഹമ്മദിന് അങ്ങനെയാണ് പറയാൻ തോന്നിയ അള്ളാഹ് പറഞ്ഞോളൂ. മുഹമ്മദിന് വെറുതെ തോന്നിയാൽ മതി, അപ്പൊ തന്നെ മലക്ക അവിടുന്ന് സാധനമായിട്ട് വരും. ആ രീതിയിൽ മുന്നോട്ട് പോവുകയും മുഹമ്മദിനെ മക്കക്കാർ പരിഹസിച്ചത് പ്രധാനമായിട്ടും കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുകയും അവിടുത്തെ വിശ്വാസവും ആരാധനയൊന്നും ശരിയല്ല എന്ന് പറയുകയും അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഇതേ ആരാധനകളൊക്കെ അവിടെ വട്ടത്തിൽ നടന്ന് ചെയ്യുകയും ചെയ്തു. അപ്പോ ഖുറൈശികൾ കളിയാക്കി. മുഹമ്മദ് അവിടെ ചെയ്തത് എന്താ? മുഹമ്മദ് ഇതൊക്കെ ആക്ഷേപിക്കുകയും നിരാകരിക്കുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുകയും ആ കഅബയ്ക്ക് ചുറ്റും ചെന്നിട്ട് അതിനെ തവാഫ് ചെയ്യുകയും അവിടെ ഹജറുൽ അസ്വദിനെ ഉമ്മ വെക്കുകയും അവിടെ കുത്തിയിരുന്ന് നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു. നമ്മൾ ആരെങ്കിലും മുസ്ലിം പള്ളിയിൽ കയറി നിന്നിട്ട് വേറെ വല്ല ആരാധനയും ചെയ്ത് അവർ സമ്മതിക്കും? ഇപ്പൊ കഅബയിൽ ചെന്നിട്ട് ഏതെങ്കിലും ബഹുദൈവ ആരാധകർ ഇത് പുരാതന 1500 കൊല്ലം മുമ്പ് മുഹമ്മദ് പിടിച്ചെടുത്തതാണെന്നും അതിനു മുമ്പ് ഇത് ഞങ്ങളുടെ വിഗ്രഹാരാധനാ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബഹുദൈവ വിശ്വാസി, അന്ന് അവിടുന്ന് പൊട്ടിത്തെറിച്ച് പോയ ഒരു ബഹുദൈവ വിശ്വാസി അയാളുടെ കുടുംബമായിട്ട് 10 ആൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ചുറ്റിലും ഞങ്ങളെ വിഗ്രഹം വെച്ച് ആരാധിക്കണം എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടം സമ്മതിക്കോ? 13 കൊല്ലമൊന്നും വേണ്ട, 13 ദിവസം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ സമ്മതിക്കോ? പോട്ടെ, 13 മണിക്കൂർ, 13 മിനിറ്റ്, 13 സെക്കൻഡ് നിൽക്കൂല. ഏത് കാലത്ത്? ആരാധനാ സ്വാതന്ത്ര്യം, വ്യക്തി അവകാശങ്ങൾ, മനുഷ്യാവകാശം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന മൂല്യബോധം പേറുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കൂല. അപ്പൊ ആലോചിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിൽ 13 കൊല്ലം മുഹമ്മദ് മദീനയിൽ ജീവനോടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മക്ക മുശ്രിക്കുകൾ മുഹമ്മദിനോട് സഹിഷ്ണുത കാണിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അത് നിങ്ങൾ ഇനി ഒരു ഡിക്ഷണറി തപ്പിട്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. അല്ലാതെ അതിന് വേറെ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതിന് വെറുതെ ഗവേഷണം ചെയ്യണ്ട. പിന്നെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നത് എന്താ? മുഹമ്മദിനെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു, മുഹമ്മദിന്റെ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ടു, മുഹമ്മദിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു, മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി ഉമർ പോയില്ലേ, ഹംസ പോയില്ലേ, ഇതൊക്കെയാണ് പിന്നെയുള്ള സംഭവം. എന്റെ ചോദ്യം എന്താ? സംഘടിതമായി മക്ക മുശ്രിക്കുകൾ, മക്ക ഖുറൈശികൾ ഒന്നടങ്കം സംഘടിതമായി എന്ന് പറഞ്ഞാൽ സംഘടിതമായി മുഹമ്മദ് തൗഹീദ് പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിന് കൊലപ്പെടുത്തണം എന്ന് മക്ക ഖുറൈശികൾ തീരുമാനിച്ചതിന്, ചർച്ച ചെയ്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതിന് ചരിത്രത്തിൽ തെളിവില്ല. ഇതെന്റെ സ്റ്റേറ്റ്മെന്റാ, അത് ഞാൻ അബദ്ധം സംഭവിച്ചൊന്നുമല്ല. ഇനി 13 കൊല്ലമോ അതിന് ശേഷമോ എന്ന് പറയുന്ന ഭാഗത്തിൽ വേണമെങ്കിൽ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ആവേശത്തിലെടുത്താണെന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും അങ്ങനെയല്ല. അതൊന്നും തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, മുഹമ്മദിന്റെ ആരാധനാ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, മുഹമ്മദ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടും അല്ല. പിന്നെ മുഹമ്മദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടക്കുന്നത്
മുഹമ്മദിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ബദറിനോടുള്ള പ്രതികരണമാണ്. ഹന്തക്ക് എന്ന് പറയുന്നത് നിരന്തരമായി മക്കയിൽ മുഹമ്മദിന്റെ സംഘത്തിന്റെ അക്രമത്തിന് വിധേയരായി വീടും നാടും നഷ്ടപ്പെട്ട് സ്കാറ്റേർഡ് ആയി പോയിട്ടുള്ള ജനത മുഹമ്മദിനെതിരെ പ്രതികരിച്ചതാണ്. നിരന്തരമായി അക്രമത്തിന് ഇരകളാക്കപ്പെട്ട് വീടും കുടുംബവും കൂട്ടവും സ്വന്തക്കാര് വരെ നഷ്ടപ്പെട്ട് നാടും വീടും അവരുടെ അധ്വാനവും സമ്പത്തും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ മുഹമ്മദിനോട് പ്രതികരിക്കാൻ തീരുമാനിച്ചതാണ്. എന്തുകൊണ്ടാ? മുഹമ്മദ് 10-13 കൊല്ലം മക്കയിൽ ജീവിച്ച പോലെയല്ല. മദീനയിൽ ചെന്നപാടെ മുഹമ്മദ് സജ്ജമാക്കുന്നത് അക്രമത്തിന് പറ്റുന്ന സംഘങ്ങളെയാണ്. 10 ആൾ ഒരു സ്ഥലത്ത് പറഞ്ഞേക്കണം, 15 ആൾ വേറെ സ്ഥലത്ത് പറഞ്ഞേക്കണം, 60 ആള്, 100 ആള്, 200 ആള് സംഘങ്ങളായി പല പല പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അവിടെ കാണുന്ന ആളുകൾ ആക്രമിക്കുന്നു, അവരുടെ സമ്പത്ത് കൊള്ള ചെയ്യുന്നു. മുഹമ്മദിന് കീഴ്പ്പെടുകയും മുഹമ്മദിനോട് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങാത്ത മുഴുവൻ ജനങ്ങളെയും മുഹമ്മദ് ആക്രമിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ഈ കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊരാക്കുടുക്കിലേക്ക് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഇരുപക്ഷവും പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക, അത് പരിശോധിക്കുക, സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ഇതിൽ നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കുന്നതിനെ സ്വീകരിക്കുക. നിങ്ങൾ തെളിവുകൾ പരിശോധിക്കുക, ആര് പറയുന്നതാണ് ശരി എന്ന് പരിശോധിക്കുക. അത്രയാണ് ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസികളോട് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള പുതിയ മറുപടിയിലും പറഞ്ഞതുപോലെ ബദറിന്റെ കാരണത്തെക്കുറിച്ചുള്ള ശ്രദ്ധ മാറ്റിയിട്ട് ഹിജ്റയുടെ കാര്യവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ്, ലിയാഖത്ത് നുണ പറഞ്ഞു, ലിയാഖത്ത് എപ്പോഴും നുണ പറയുന്ന ആളാണ് എന്ന് ബദർ വേറെയും ഇത് വേറെയുമായിട്ട് തന്നെ, ഹിജ്റ വേറെയുമായിട്ട് തന്നെ പറയും. അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ഹിജ്റയിൽ ഇവർ പറഞ്ഞു, ഞാൻ നുണ പറഞ്ഞു എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ചെയ്തിട്ട് ബദർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പിടിക്കും. അപ്പൊ നമ്മൾ നിങ്ങളെ കൊടുക്കുന്ന ഹിജ്റയിൽ എന്നെ കുലുക്കിയിടാമെന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ വിഷയം ബദറായിരുന്നു, ബദർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബദർ നിങ്ങൾ പറഞ്ഞ മുഴുവതും നുണയാണ്. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വന്ന ആളുകളോടല്ല മുഹമ്മദ് ഏറ്റുമുട്ടിയത്. ആ 1000 പേരടങ്ങുന്ന സൈന്യത്തെ നേരിടാൻ വേണ്ടിയിട്ടല്ല 313 പേര് പുറപ്പെട്ടു പോയത്. ഇതൊരു ഫാക്റ്റാണ്. ഈ ഫാക്ട് വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് അവരുടെ ഇത്രയും കാലത്തെ ബോധ്യത്തിന് ഏൽക്കുന്ന വലിയ ആഘാതമായിരിക്കും. 40 പേരിൽ താഴെയുള്ള ഒരു കൂട്ടത്തെ മനുഷ്യരടങ്ങുന്ന ഒരു വലിയ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് 313 പേരെ അണിനിരത്തിയത് എന്നതാണ് ചരിത്രപരമായ തെളിവുകളുടെ പിൻബലമുള്ള വസ്തുത. 1000 പേരടങ്ങുന്ന സൈന്യത്തെ നേരിടാൻ സർവായുധ വിഭൂഷിതരായ 1000 പേരടങ്ങുന്ന ഖുറൈശികളുടെ സൈന്യത്തെ നേരിടാൻ 313 പേരെ അണിനിരത്തി മുഹമ്മദ് യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറയുന്നത് നുണയാണ്. അത് നുണയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നിട്ടില്ല. എന്താ നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികളും നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരും ഒക്കെ പാടിപ്പതിച്ച കഥ എന്താണ്? 1000 പേരടങ്ങുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വമ്പിച്ച സൈന്യത്തെ നേരിടാൻ വേണ്ടി ആ സൈന്യം വരുന്നതറിഞ്ഞ് മുഹമ്മദ് നബി അവരെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നിട്ടില്ല. അത് നുണയാണ്. അതിനുള്ള പുതിയ ന്യായങ്ങൾ നിങ്ങൾ പറയൂ. ഹിജ്റയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നമുക്ക് വേറെ പരിശോധിക്കാം. ബദറിൽ പുറപ്പെട്ടു പോയ 313 പേർ ഒരുങ്ങിപ്പോയത് 40 പേരിൽ താഴെയുള്ള ഒരു കച്ചവട സംഘത്തെ നേരിടാനും അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാനുമായിരുന്നു. ഇതാണ് ഫാക്ട്. ഇതാണ് നമ്മളെ പോയിന്റ്. അതുകൊണ്ട് വിശ്വാസികൾ പോയിന്റിലേക്ക് വരൂ. ഉസ്താദുമാരെ പോയിന്റിലേക്ക് ചുരുക്കിക്കെട്ടു. ബദർ അത് പറയൂ. അപ്പൊ മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നില്ലേ? മുഹമ്മദ് അങ്ങോട്ട് കുത്തിന് പിടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് എങ്ങോട്ട് മാത്രമേ കഴുത്ത് പിടിച്ചിട്ടുള്ളൂ? മുഹമ്മദ് ആരെങ്കിലും അങ്ങോട്ട് കഴുത്ത് പിടിച്ചിട്ടുണ്ടോ? മുഹമ്മദിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അടിയിട്ടുള്ളൂ? അതോ മുഹമ്മദിന്റെ സംഘം ആരെങ്കിലും അങ്ങോട്ട് തല്ലിയിട്ടുണ്ടോ? തല പൊട്ടിച്ചിട്ടുണ്ടോ? ചോര ഒഴുകിയിട്ടുണ്ടോ? ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ടോ? അത് നമുക്ക് വേറെ പരിശോധിക്കാം. അതുകൊണ്ട് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ലിയാഖത്ത് പറഞ്ഞ നുണയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ബദറിലെ 313 ആള് പോയത് കൊള്ള സംഘമായിരുന്നു എന്നതിന് മറുപടിയല്ല. ബദറിലെ 313 ആൾക്കാർ കോട്ട് സൂട്ടിട്ടിട്ട് പോയത് എന്തിനാണ്? അത് അത് വിശ്വാസികൾ പറഞ്ഞു കൊടുക്കി. അപ്പോഴാണ് എന്ത് പറയുന്നത്? അത് നഷ്ടപ്പെട്ടു പോയ വിട്ടേച്ച് പോകുന്ന മുതൽ തിരിച്ചു പിടിക്കാനാണ്. അത് നമുക്ക് വരാം. അതുകൊണ്ട് ബദർ വിശദമായിട്ട് നമ്മൾ ഇനി പറയും. ബദർ അടിമത്തം പോലെ വിശദമായി ചർച്ച ചെയ്യും. അടിമത്തം അബ്ദുള്ള ബാസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബദർ അടുത്ത ഒരു സൂറത്തു തൗബയായി പരിണമിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക, കൂടെ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.